ദേശീയ റെക്കോർഡ് തിരുത്തിയാണ് റെബേക്ക ഉതുപ്പ് സൗത്ത് കൊറിയയിൽ എത്തിയിരിക്കുന്നത്. സെമി ഫൈനലിൽ റെബേക്കയുടെ പ്രകടനം കണ്ട് നാളെ ഒരു സ്വർണം കൂടി ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു. കിഴക്കേമല എന്ന മലയോര ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ഉടുപ്പിന്റെയും ശോശാമ്മയുടെയും മകളായി പിറന്ന റെബേക്ക ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു അത്ലറ്റ്. കിഴക്കേമല നിവാസികൾ ഒന്നടങ്കം. ശോശാമോ, ടി വിക്കാർ പറഞ്ഞു കേട്ടോ, നാളത്തെ ഫൈനലില് ഇന്ത്യക്ക് ഒരു സ്വർണം കൂടി ഉറപ്പാണെന്ന്. അതെയോ? നമ്മുടെ മോളെ കർത്താവ് കാക്കും. കർത്താവേ. ഹലോ അപ്പച്ചി. ആ മോളെ, ഞങ്ങൾ ടി വിയിൽ മോളുടെ ന്യൂസ് കണ്ടോണ്ടിരിക്കായിരുന്നു. എന്താ മോള് വിളിക്കാൻ വൈകിയേ? പ്രാക്ടീസിലായിരുന്നു. മോക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല അപ്പച്ചി. അമ്മച്ചി എന്തേ? അറിയാലോ, ജലപാനം പോലും ഇല്ല, തിരുരൂപത്തിന്റെ മുമ്പിൽ ഒറ്റ നിൽപ്പാ. ദാ കൊടുക്കാം. ഹലോ മോളെ, ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഇവിടെ ഒരു കുഴപ്പമില്ല അമ്മച്ചി. അമ്മച്ചി എന്തിനാ പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കുന്നേ? അവിടെ തണുപ്പൊക്കെ ഉണ്ടോ മോളെ? ഇല്ല അമ്മച്ചി. ഒക്കെ തമ്പുരാൻ കാത്തോളും. അമ്മച്ചി എല്ലാം നേർന്നിട്ടുണ്ട്. ശോശാമേ, എന്താ ഇത്? അമ്മച്ചി, നമ്മൾ വേണ്ട അവർക്ക് ധൈര്യം കൊടുക്കാൻ. അമ്മച്ചി കറിയാണോ? അമ്മച്ചി ഇങ്ങോട്ട് തന്നെ, ഞാൻ സംസാരിക്കാം. ഹലോ 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 ചേച്ചി, നാളെ കസറാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി ധൈര്യമായിട്ട് ട്രാക്കിൽ ഇറങ്ങിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ബൈ. ഓക്കെ. അയ്യേ, എന്തിനാ കരയുന്നേ? ഇരുവർക്കും എന്റെ സ്വാഗതം. ആദ്യത്തെ ചോദ്യം ശ്രീമതി എലിസബത്തിനോടാണ്. എത്രമാത്രം സാധ്യതയാണ് ഇപ്പോൾ റെബേക്ക ഉതുപ്പിനുള്ളത്? ആ കുട്ടി സെമി ഫൈനലിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ മറ്റ് അത്ലറ്റുകളുടെ നിലവിലെ ഫോം വെല്ലുവിളി ഉയർത്തുന്നതാണ്. അതോടൊപ്പം സൗത്ത് കൊറിയയിലെ കാലാവസ്ഥയും പ്രശ്നമാണ്. ഇടയ്ക്ക് തണുത്ത കാറ്റ് വീശുന്നത് പലപ്പോഴും അത്ലറ്റുകളുടെ പ്രകടനത്തെ ബാധിക്കാറുണ്ട്. ഓ പിന്നെ ശ്രീ അജയ് ഈ മലമുക്കിലെ കോടമഞ്ഞിൽ ജനിച്ചു വളർന്ന കൊച്ച, സാധ്യത പിന്നല്ലേ ഇവളുമാര് പറയുന്ന തണുത്ത കാറ്റ്. 800 മീറ്ററിൽ ഷൈനിക്ക് ശേഷം 2 മിനിറ്റിൽ താഴെ സമയം കണ്ടെത്താൻ കഴിഞ്ഞ കുട്ടിയാണ് റെബേക്ക. സമ്മർദ്ദം അതിജീവിച്ചാൽ മെഡൽ നേടാൻ വളരെ സാധ്യതയുള്ള അത്ലറ്റാണ് ആ കുട്ടി. സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ മത്സരാരംഭത്തിൽ തന്നെ എതിരാളികൾ മുന്നേറുകയാണെന്ന് തോന്നിയാൽ സമ്മർദ്ദം കൂടുകയും ആ കുട്ടി നേരത്തെ ഓൾ ഔട്ട് പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണാം. ഓൾ ഔട്ട് പോലും തൊള്ള തുറക്കാൻ ടാലന്റ് കിട്ടിയാൽ നാക്കിട്ടടിക്കാൻ ഇങ്ങനെ കുറെ വിവരദോഷികളും. പുറത്തെടുക്കേണ്ടത് എന്ന് നാം തീരുമാനിക്കുന്നത്. എന്താണ് ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ട്രൗസർ ഇടണം. ടെക്നിക്സ് ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെ. നല്ലൊരു തുടക്കം കിട്ടിയാൽ ഇതിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഓടേണ്ടത് ആ പെങ്കൊറ്റ. ഇവരിവിടെ ഒരു നാക്കിൽ വെള്ളം പരിച്ചിട്ട് എന്താ കാര്യം? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ, കപ്പേര് പള്ളിമണി അടിച്ചാൽ മതി. ഇയാൾ വന്ന കാര്യം പറ. വികാരി അച്ഛൻ വികാരാധീനായി അന്വേഷിക്കുന്നുണ്ടായി. ചിലപ്പോ കുരുപൊട്ടി കാണും. ഓ നടക്ക്. ഓ എന്തോന്ന് വേഷമായത്? ടീഷർട്ടും കള്ളിമുണ്ടും മനസ്സിലായില്ലേ? കൊച്ചത്തിന് ലോഹ അലർജിയെന്ന് അറിയാലോ. ലോഹ എന്നതൊരു വിശുദ്ധമായ വസ്ത്രമാണ്. അതിന് അതിൻ്റെതായ ആവശ്യങ്ങളിൽ ധരിക്കാൻ പാടുള്ളൂ. അതിന്റെ പവിത്രത. മതി മതി മതി. തോമാച്ചന്റെ കുടുംബത്തിൽ കയറി താൻ വെഞ്ചിരിച്ചു. 4 തവണ അരമനയിൽ നിന്ന് പനിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങി ഈ മലമൂട്ടിലെത്തിയവനാണ് താൻ. അതറിയാലോ. അരമനക്കാര്യം പറഞ്ഞു വരട്ടാതച്ചോ. പോറ്റാൻ വകയില്ലാതെ കുടുംബക്കാർ നടതള്ളി നേർച്ചയിട്ട് പുരോഹിതനായവനല്ല ഈ ഞാൻ. മനസ്സാൽ അർപ്പിച്ച് വ്രതം നോറ്റ് അച്ചമ്പട്ടം നേടിയവനാ. അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അച്ഛനത് കൊണ്ടെങ്കിൽ സോറി. ഞാൻ തോമാച്ചന്റെ വീട്ടിൽ കയറി വെഞ്ചരിച്ചെന്നുള്ള സത്യം തന്നെയാ. ഒരു പുരോഹിതനാണെന്നുള്ള കാര്യം മറക്കരുത്. അന്യായം കണ്ട അപ്പ തല്ലണം. പണ്ട് ജെറുസലേം ദേവാലയം പുരോഹിതന്മാരുടെ ഒത്താശയോടെ കവർച്ചക്കാരുടെയും പലിശക്കാരുടെയും ഗുഹയാക്കിയപ്പോ കർത്താവായ യേശുനാഥൻ എന്താ ചെയ്തേ? ചാട്ടവാറുകൊണ്ട് എല്ലാത്തിനെയും അടിച്ച് തുരത്തി. ചുമ്മാതല്ല ഇടവക്കാര് പറയുന്നത് കൊച്ചത്തിനൊരു കമ്മ്യൂണിസ്റ്റുകാരനാന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി തച്ചനായ ജോസഫന്റെ മകൻ യേശു ക്രിസ്തു ആയിരുന്നു. അല്ലാന്ന് അച്ഛന് പറയാൻ പറ്റുമോ? എന്തായാലും അച്ഛൻ എന്നെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് തോമാച്ചനോട് ചോദിക്കി എന്തിനാ വെഞ്ചരിച്ചേന്ന്. അച്ചോ, പള്ളിയിലെ ചിട്ടി വട്ടോത്തിയ കാശ് ഞാൻ ഇവളോട് ചോദിച്ചു. അതിനാ കൊച്ചച്ഛൻ എന്നെ വെഞ്ചരിച്ചത്. കർത്താവാണ് സത്യം. ചിട്ടി വട്ടം എത്തിയ കാശ് എന്റെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിനാ ഇങ്ങേര് മൂക്കറ്റും കുടിച്ചു വന്ന് എന്നെ തല്ലിയത്. ദേഹോപദ്രവം അരുത് തോമച്ച. ഇവൾ നിന്റെ ധർമ്മഭഗ്നിയല്ലേ? അച്ഛൻ പറഞ്ഞ സത്യോ? ധർമ്മം കിട്ടിയത് അതിനെ, സ്ത്രീധനം ഇല്ലാതെ. ഇവളും കൊച്ചച്ഛനും തമ്മിൽ നാടകം കളിക്കാച്ചോ. കൊച്ചച്ഛൻ എന്തിനാ നിങ്ങളെ ചിട്ടിക്കാശ്? ഞാനും അതന്നെ ചോദിച്ചേ. അതിനാ കൊച്ചച്ഛൻ എന്റെ നെഞ്ചും കൂടുതലിട്ട് വെഞ്ചരിച്ചേ. പള്ളിയിൽ ചിട്ടിക്കാശ് എൻ്റെ ഉണ്ട്.
കർത്താവാണ് സത്യം, ഞാനത് കൊടുക്കയില്ല അച്ചോ. ഇവിടെ ഞാൻ തോമാച്ചന്റെ കൈ കൊടുത്താലോ കെട്ടിയോളുടെ കൈ കൊടുത്താലോ ആ കാശ് കറങ്ങി തിരിഞ്ഞ് കള്ള് ഷാപ്പിൽ തന്നെ എത്തത്തുള്ളൂ. കെട്ടുപ്രായത്തൊരു പെണ്ണ് വീട്ടിലുള്ളതാ. ഞാനത് അവളുടെ പേരിൽ ജ്വല്ലറിൽ അങ്ങ് നിക്ഷേപിച്ചു. ഇപ്പൊ അവളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്താ കല്യാണ സമയം ആകുമ്പോ പഴയ നിരക്കിൽ സ്വർണം വാങ്ങാം. ദാ രസീത്. ഈശോയെ, ഇത് വലിയ ചതിയായി പോയില്ല അച്ചോ. തോമാച്ചോ, നമുക്കൊന്നും കൂടി വെഞ്ചരിച്ചാലോ? കഴിഞ്ഞ വെഞ്ചരിപ്പിന്റെ നെഞ്ചരിപ്പ് ഇതുവരെ മാറിയിട്ടില്ല അച്ചോ. അതെ തോമാച്ച, ഇനി ഇതിന്റെ പേരിൽ കെട്ടിയുള്ള ദേഹത്ത് അങ്ങനെ തൊട്ടു എന്ന് അറിഞ്ഞാൽ അറിയാലോ. എന്നാ ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ, പോട്ടെ അച്ചോ. ഓ അച്ഛൻ ഓ അവിവാഹിത ഒരു അമ്മ വികാരി അച്ഛനെ കാണാൻ പുറത്തു വന്നു നിൽപ്പുണ്ട്. ഈ മലമൂട്ടിൽ അവിവാഹിതയായ ഒരു അമ്മയോ? ഈശോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് ഉതുപ്പേന്റെ രണ്ടാമത്തെ മകൾ ചിന്നമ്മ. പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരമ്മ. എന്താ മോളെ? നാളെ ചീച്ചിയുടെ ഫൈനൽ. ആകെ ടെൻഷനാ അച്ചോ. ചീച്ചിയുടെ വിജയത്തിന് വേണ്ടി ഒരു കുർബാന ചൊല്ലണം. കാഞ്ഞിരപ്പള്ളി നിന്ന് വല്യമ്മച്ചി നേർന്നിട്ടുണ്ട് കൂട് തുറന്നുള്ള പാട്ട് കുർബാന. അതേന്നേ, റബേക്കയുടെ പേരിൽ എന്നെ വിളിച്ച് പ്രത്യേകം നേർന്നിരിക്കുക. അമ്മച്ചിയോട് പറഞ്ഞേരെ, അപ്പച്ചൻ അറിയണ്ട. അറിയാലോ പോകല്. Semi-final of women's 800 meters. അതുപോലെ മിടുക്കിയാവണം. മോളെ പറ്റിയാ ദേ കണ്ടോ? from Kidakkimala in Kerala. Rebecca's talent was discovered at നീ എന്നെ പണിയാണ് കാണിച്ചേ? നീ എന്നത്തിനാണ് അത് ഓഫ് ചെയ്ത്? ഇവളുടെ അമ്മച്ചി ഉണ്ടല്ലോ, നമ്മുടെ പുന്നാര പെങ്ങള്, അവൾ ഒറ്റ ഒരുത്ത് കാരണ 22 വർഷം മുമ്പ് അപ്പച്ചൻ ചങ്ക് പൊട്ടി മരിച്ചത്. കൊച്ചുമോള് ടിവിയിൽ താരായപ്പോ ഈ ചായനും അമ്മച്ചയും കൂടെ അതെല്ലാം അങ്ങ് മറന്നു. ഒത്തുകല്യാണത്തിന്റെ തലേന്ന് എല്ലാവരും ഉപേക്ഷിച്ച് ഓടിപ്പോയോളാ. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. ഒന്നും മറന്നിട്ടല്ല, അതിന് പ്രതികാരമായിട്ട് അയാളെയും കുടുംബത്തെയും നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതാ. പക്ഷെ ടി വിയിൽ ആ കൊച്ചിന്റെ മുഖം കണ്ടപ്പോ നമ്മുടെ കുഞ്ഞു പെങ്ങളെ ഓർത്തുപോയടാ. വെള്ള ഉടുപ്പും ഇടിച്ച് നെറ്റും പുതച്ച് അവളുടെ കൈ പിടിച്ച പണ്ട് ഞായറാഴ്ച കുർബാന കാണാൻ ഞാനും നീയും പള്ളിയിലേക്ക് പോയിരുന്നു. പോയതോ പോയി എന്ന് കരുതി ഇനിയോ എന്റെ മോളെ ഇങ്ങനെ ശിക്ഷിക്കണോ? നിങ്ങളുടെ വാശിയും വൈരാഗ്യവും കാരണം 22 കൊല്ലമായി ഞാൻ എന്റെ മോളെ കണ്ടിട്ട്. പെറ്റ വയറ എന്റെ ചങ്കിന്റെ പടവടന്ന് നിങ്ങൾക്കറിയില്ല. കാറി കൂവി പ്രഷർ കൂട്ടണ്ട. അമ്മച്ചിയുടെ മരുന്ന് കൊടുത്തില്ലായിരുന്നോ? വല്ലതും കഴിച്ചിട്ട് വേണ്ടേ മരുന്ന് കൊടുക്കാൻ? ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് പാലേ കുടിച്ചുള്ളൂ. എന്നാ അമ്മച്ചി ഇത്? വന്ന് വല്ലതും കഴിച്ചാട്ടെ. എനിക്കൊന്നും വേണ്ട. എന്റെ പൊന്നമ്മച്ചി അല്ലയോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലയോ പറയുന്നേ. കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്